നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ്. ഞാൻ അഭിഭാഷകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അഭിഭാഷകയായതുകൊണ്ട് കോടതിയിലേക്ക് പോയിക്കോളൂ, പഠിച്ച് വിവരമുള്ള ആളല്ലേ എന്നുള്ള ഡയലോഗാണ്. മറ്റ് നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങളൊന്നും നമ്മൾ വിഷയത്തിൽ ഇടപെടാൻ ഇല്ല. നീതി ഉറപ്പാക്കേണ്ടത് കോടതിയാണ് എന്നൊക്കെയുള്ള, അതായത് ഇപ്പം അതിജീവിതമാർക്കും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടുന്നതൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. അപ്പം നിങ്ങൾ ജനങ്ങൾ അറിയണം, എന്നെ പോലെയുള്ള സ്ത്രീകൾ, അതായത് ഇത്തരം വെല്ലുവിളികൾ സ്വീകരിച്ച് നമ്മൾ അവിഹിത ഗർഭമോ പുരുഷന്മാരെ പീഡിപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ ജീവിതം കൊണ്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നേരിട്ട് നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഉച്ചനീചത്വങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നീതിക്ക് വേണ്ടി ഈ സംവിധാനങ്ങളെ, നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെ, കാരണം എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, അതായത് എൻ്റെ നീതിയുടെ രാഷ്ട്രീയമാണ് എൻ്റെത്. കാരണം എൻ്റെ ഫാദർ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു എങ്കിൽ പോലും ഞാൻ ഒരു പാർട്ടിയുടെയും ഇപ്പോൾ വക്താവായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ നീതിയുടെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ നമുക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രമുഖ വ്യക്തി, എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ MLA ആയിരുന്ന ശശി സഖാവ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം എനിക്കൊരു ഉറപ്പില്ല. ഹലോ ഹലോ ശശി സഖാവ്, ഞാനാണ് സജിത. സഖാവ് 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്. ജസ്റ്റിനെ വിളിച്ചിട്ട് അവരെ കൂടി ആലോചിച്ചിട്ട് എന്തോ ഒരു കല്യാണം ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് അഗ്രിമെന്റ് ആക്കാന്ന് അവർ പറഞ്ഞിട്ട് പോലും. കാരണം എനിക്കൊരു ഉറപ്പില്ല. ഈ 15 വർഷം എന്നെ പറ്റിച്ചു. ഒരു ഉറപ്പുണ്ടാക്കാൻ തന്നെ അവരോട് പറയാം. നസുമുദ്ദീനും അലിമുദ്ദീനും കൂടി കിട്ടിയിട്ടില്ല. ഏതായാലും എന്തെങ്കിലും വ്യവസ്ഥ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്തു കൊടുക്കാൻ ഉറപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പറയാം. കല്യാണം കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പറയാം. അതായത് കഴിഞ്ഞ 2025 ഏപ്രിലാണ് 15 വർഷമായിട്ട് പാർട്ടി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഞാൻ. 15 വർഷമായിട്ട് ഓരോരുത്തരെ സമീപിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന MLA സംസാരിച്ചാണ്, അതായത് കല്യാണം കഴിച്ചിട്ട് ഉറപ്പായിട്ട് നീതി കല്യാണം കഴിഞ്ഞപ്പോൾ 1 വർഷമായി കേട്ടോ. ആരുടെ ആ സഹോദരൻ, സ്വത്തടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന സഹോദരൻ്റെ അടുത്തുനിന്ന് എൻ്റെ സ്വത്ത് വാങ്ങിച്ചു തരാനുള്ള വിഷയമാണിത്. എൻ്റെ സ്വർണവും എൻ്റെ സ്വത്തും എടുത്തു വെച്ച വിഷയമാണ്. അതിലാണ് ഇപ്പോൾ ഇടപെടുന്നത്. ഇപ്പം ഇതാ കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ട് ഇപ്പം വിളിച്ചപ്പം ഈ വ്യക്തി, ഈ സഖാവ് തന്നെ ഇപ്പം സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത് ഞാനേ ഇവിടെ കരുവണിന്ന് സജിതയാണ്. ഞാൻ എൻ്റെ ഒരു വിഷയത്തിന് സഖാക്കളെ ഇടപെട്ടിരുന്നല്ലോ. സജിതയാണ്, മറ്റേ അനിൽ സഖാവിനെ ഏൽപ്പിച്ചൊരു വിഷയം ഉണ്ടല്ലോ. തരുവണയുള്ള ഒരു നാണുമാഷിന്റെ മകളുടെ. എനിക്ക് അത് ബ്രദറിന്റെ വിവാഹത്തിന് ശേഷം അത് വാങ്ങിച്ചു തരാന്നാണല്ലോ സഖാക്കളന്ന് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 1 വർഷമായിട്ട് ഒരു വിവരവും ഇല്ല. ഈ നിങ്ങൾക്ക് തരേണ്ടവര് തരുന്നില്ലെങ്കിൽ നമുക്ക് ബലം പ്രയോഗിച്ച് ജയിക്കാൻ കഴിയില്ലല്ലോ. അല്ലെ, എന്നാലും അതിന്റെ തുടർ നടപടികളെ സഹായിക്കാൻ പറ്റില്ലേ? സഹായിക്കാൻ പറ്റുന്ന കാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ചെയ്യില്ല. അങ്ങനെയല്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു പാർട്ടി ആവുമ്പോ നമ്മളെ സഹായിക്കണ്ടേ? സഹായിക്കാൻ തയ്യാറാണ്, പക്ഷെ ബലം പ്രയോഗിച്ച് ചെയ്യാനൊന്നും കഴിയില്ല. ഇല്ല, അങ്ങനെയാണ് നിരാഹാരം അതിന്റെ സമര പരിപാടിയിലേക്ക് കിടക്കുമ്പോൾ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്യണം, പാർട്ടി എന്നെ നിർദ്ദേശിക്കണം. കാരണം നമ്മൾ അതിജീവിതങ്ങളല്ലേ. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യണം. നിങ്ങൾ ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് പറയാൻ കഴിയില്ല. അവിടുത്തെ പാർട്ടിയോട് ചോദിക്കുക എങ്ങനെ സഹായിക്കാൻ പറ്റും. എടുക്കുന്നില്ലല്ലോ. അല്ല, എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കത് മറ്റൊരു പറഞ്ഞാൽ കേൾക്കാത്തതുണ്ടോ? അല്ല, പാർട്ടിക്ക് ഇപ്പം സ്വർണ്ണക്കടത്ത്, സ്വർണ്ണക്കൊള്ളയും ഗർഭ പ്രശ്നങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടലും ഇങ്ങനെയൊക്കെയാണല്ലോ ഉള്ളത്. പിന്നെ എങ്ങനെ പാർട്ടിക്ക് സമയമില്ലല്ലോ. കാരണം അതിജീവിതമാരെ സഹായിക്കുന്നു സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പാർട്ടി ആയതുകൊണ്ടാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടായതിന്റെ പേരിലാണല്ലോ നമ്മൾ സമീപിച്ചത്. അല്ലാണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നില്ല എന്നുള്ളതല്ല. അല്ല, എന്നാലും എന്റെ വശത്ത് നിന്ന് അതിന് നീതി ഉറപ്പാക്കി തരണ്ടേ? അത് തരാൻ നമുക്ക് നീതി ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിയമപരമായിട്ട് നോക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? നിയമപരമായിട്ടല്ലല്ലോ, നിയമപരമായിട്ട് വർഷങ്ങളായിട്ട് പോവാന്നുള്ളതല്ല നിയമത്തിൽ. അതിപ്പോ നല്ല നമുക്കിപ്പോ അതിൽ അത്രയ്ക്ക് ചെയ്യാൻ കഴിയുമല്ലോ, അപ്പുറത്തൊക്കെ ചെയ്യാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ ഭാഗത്ത് പറയുന്നതിനൊക്കെ ന്യായം ഉണ്ടെങ്കിലും അവർ കൂടി അംഗീകരിക്കണം. അംഗീകരിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളുടെ കൂടെയല്ലേ ഇവരെ നിന്ന്. അല്ല, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നമ്മൾ സമരമുറകൾ നടത്തി നീതി വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത് പാർട്ടിയെ കൂടി തീരുമാനിക്കണം സമരത്തിന് നിൽക്കണോ വേണ്ടോ. പാർട്ടിക്ക് അതിനുള്ള താല്പര്യം ഇല്ലാന്നല്ലേ മനസ്സിലാവുന്നത്. പാർട്ടിക്ക് എന്തോ വേറെ താല്പര്യങ്ങൾ കാണിക്കുന്നു എന്നാണ് മനസ്സിലാവുന്ന. ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കാതെ. അല്ല, അതെനിക്കറിയില്ല. ഞങ്ങൾ നിങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ വേറെ താല്പര്യമുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കി
ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് നിന്നത്. എന്താണ് സഖാവേ നിന്നത്? എന്താണ് ശശി സഖാവേ നിന്നത്? നിങ്ങൾ CPM-ന്റെ വലിയ നേതാവല്ലേ? ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങളെ വിട്ടതല്ലേ? എൻ്റെ കൂടെ നിന്നു എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നത്? ഈ 15 വർഷമായിട്ടും പാർട്ടി ഓഫീസിലും നിങ്ങൾ പറയുന്നിടത്തും ഓരോ സ്ഥലത്തും ഞാൻ വന്നിരുന്നു. എൻ്റെ നീതിക്ക് വേണ്ടിയിട്ട്. ഞാൻ അവിഹിത ഗർഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ മൂവ് ചെയ്യാനോ വന്ന ഒരാളല്ല. നീതിയുടെ നീതി കിട്ടുമോ എന്നറിയാൻ വേണ്ടി തൻ്റെ അടുത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട്. എൻ്റെ സ്വത്ത്, എൻ്റെ പിതാവിൻ്റെ ഈക്വൽ സ്വത്തിന് അവകാശിയായ ഞാൻ അത് എനിക്ക് വാങ്ങിച്ചു തരാൻ നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് എൻ്റെ കൂടെ നിന്നത്? എന്താണ് നിങ്ങൾ എൻ്റെ കൂടെ നിന്നത്? എനിക്ക് നീതി കിട്ടുന്നത് വരെയല്ലേ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കേണ്ടത്? നീതി കിട്ടേണ്ടത് വരെയല്ലേ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കേണ്ടത്? ഇതാണോ എൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നത്? എന്താണ് നിങ്ങൾ നിന്നത്? അല്ല, എന്റെ കൂടെ നിന്നാ എനിക്ക് നീതി കിട്ടണമല്ലോ എന്തായാലും. നീതി തരേണ്ടത് പാർട്ടി അല്ലല്ലോ, ആ വ്യക്തിയല്ലേ. പാർട്ടി അതിന് പരമാവധി പാർട്ടിക്ക് അതിനകത്ത് നീതി തരേണ്ടത് പാർട്ടിയല്ല, ആ വ്യക്തിയല്ലേന്ന്. അപ്പൊ ഈ പാർട്ടിയും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥികളും ഈ മത്സരിച്ച് പോകുന്നവരും ഒക്കെ ഈ പാർട്ടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? പൊതു ഖജനാവ് കൊള്ളയടിക്കുക, വികസനം എന്ന് പറയുക, ഞങ്ങളെ പോലുള്ള കുറേ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ട് അവരുടെ നീതിക്ക് വേണ്ടി നീതിഘോഷയാത്ര നടത്തുക. എന്നിട്ട് നീതിയുടെ പക്ഷത്ത്, അതിജീവിതയുടെ പക്ഷത്താണ് ഞങ്ങൾ ഗവൺമെന്റ് എന്ന് ഘോരഘോരമായി വാദിക്കുക. ഇപ്പൊ അതിന് തെളിവാണല്ലോ നീതി നടത്തേണ്ടത് പാർട്ടിയല്ല എന്നാ പറയുന്നത്. അപ്പൊ ഈ പാർട്ടി എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടം ഗർഭമുണ്ടാക്കി, കുറെ പെണ്ണുങ്ങൾ ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ്? നിങ്ങൾ സാധാരണ ഒരു മനുഷ്യനല്ല, നിങ്ങൾ വയനാട് ജില്ലയിലെ MLA ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അധികം തർക്കിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ചെയ്യാം. അപ്പം ജനങ്ങളെയാണ് ചോദിക്കട്ടെ, ഇതൊരു തർക്കമായിരുന്നോ? ഇതിനെയാണോ തർക്കം എന്ന് പറയുന്നത്? അപ്പൊ മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാത്ത MLA-യും MPA-നെയും ഒക്കെ ജയിപ്പിച്ചു വിട്ട കേരളത്തിന്റെ അവസ്ഥ ഇതല്ലാതെ പിന്നെ എന്താവാനാ? ഇനിയെങ്കിലും ജനങ്ങൾ ഉണരുക.